ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ പ്രശ്നങ്ങളൊക്കെ ഈ അശാന്തമായി തുടരുമ്പോഴും ഗൾഫ് മേഖലയിൽ ഇറാൻ ആക്രമണം ശക്തമാക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. അതായത് ബഹ്റൈനിൽ ഹോട്ടലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നു, കുവൈത്തിൽ അത്തരത്തിൽ ഗൾഫ് മേഖലയിൽ ആക്രമണം തുടരുകയാണ് ഇറാൻ. ഇതിനിടയിൽ US സെൻട്രൽ കമാൻഡ് പറയുന്നത് ഇറാന്റെ ഡ്രോൺ ആക്രമണം ഏതാണ്ട് 83% ഡിക്ലൈൻഡായി, മറ്റ് മിസൈൽ ആക്രമണങ്ങൾ അത് 90% കുറഞ്ഞു. അപ്പോൾ ഒരു തരത്തിൽ ഇറാൻ പൂർണ്ണമായും തകർന്നു എന്നൊക്കെ അവകാശപ്പെടുന്നു അമേരിക്ക. പക്ഷേ അപ്പോഴും ഗൾഫ് മേഖലയിൽ ഇറാന്റെ ആക്രമണം ഉണ്ട് എന്നുള്ള മറ്റൊരു റിപ്പോർട്ടും വരുന്നു. ഇതിന്റെ ഒരു സാഹചര്യം എന്താണ് ഡോക്ടർ മുഹമ്മദ്? ഈ കഴിഞ്ഞ ദിവസം താരതമ്യേന ദുർബലമായിരുന്നു ഇറാനിൽ നിന്നും ഗൾഫ് മേഖലയിലേക്കുള്ള ആക്രമണം. അതുകൊണ്ട് ഡ്രോണുകളുടെയും മിസൈലുകളുടെയും വൻപൻ ശേഖരം ഉണ്ടായിരുന്നു എന്ന ആ ഒരു കണക്കുകൂട്ടലിലാണ് രാജ്യങ്ങളുണ്ടായിരുന്നത്. പക്ഷേ അത് കുറഞ്ഞു വരുന്നു എന്നതിന്റെ ഏർലി സൂചനയായി ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷേ ഇതൊരു യുദ്ധതന്ത്രം എന്ന നിലയിൽ വെയ്വ്സ് ആൻഡ് വെയ്വ്സ് ഓഫ് അറ്റാക്ക് എന്നതാണ് പലപ്പോഴും യുദ്ധതന്ത്രം. ആരും അപ്രതീക്ഷിതമായ ഒരു ചെറിയ ശാന്തത കാണുമ്പോൾ കൂടുതൽ ശക്തിയോടുകൂടി പിന്നീട് ശക്തി സംഭരിച്ച് ആഞ്ഞടിക്കുക എന്ന തന്ത്രവും ഒരുപക്ഷെ പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് ഇത് യുദ്ധ സമയമാണ്. ഇറാന്റെ ഡ്രോൺ ശേഖരം സാമാന്യം വലിയ ശേഖരമാണ്. അത് ഒരു ഡ്രോൺ ഏതാണ്ട് 20 ലക്ഷം ശരാശരി രൂപ ചെലവ് വരുമ്പോൾ തകർക്കുന്ന സംവിധാനത്തിന് ധാഡ് സംവിധാനം ഉപയോഗിച്ചോ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചോ തകർക്കുമ്പോൾ 8 കോടിയിലധികം രൂപയുടെ ചെലവാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് വ്യോമ പ്രതിരോധത്തിന് അമേരിക്കയ്ക്കും ഇസ്രായേലും വൻ തുകയാണ് ചെലവാകുന്നത്. യഥാർത്ഥത്തിൽ ഇറാന്റെ ഒരു ലോ കോസ്റ്റ് വാറാണ്. ഇറാൻ അധികം അഫോർഡ് ചെയ്യാൻ ആവാത്തത് കൊണ്ട് ഇറാന്റെ മിസൈലുകൾ വലിയ ശേഖരമുണ്ട് എന്ന് പറയുമ്പോഴും അത് തകർക്കാൻ വേണ്ടി വരുന്ന ചിലവ് വളരെ അധികമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നാലുപാടും യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ 8 രാജ്യങ്ങളുമായിട്ടാണ് യഥാർത്ഥത്തിൽ യുദ്ധം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ തുർക്കിക്ക് നേരെ കഴിഞ്ഞ ദിവസം മിസൈൽ അയച്ചിരുന്നു. അസർബൈജാന് നേരെ, അതെല്ലാം വടക്ക് കിടക്കുന്ന രാജ്യങ്ങളാണ്, വടക്കും പടിഞ്ഞാറുമായി കിടക്കുന്ന സ്ഥലങ്ങളാണ്. അങ്ങ് അകലെയുള്ള സൈപ്രസ് അതിലേക്ക് അയച്ചിരുന്നു. അതുപോലെ തന്നെ പേർഷ്യൻ ഗൾഫിന് തൊട്ട് തെക്കുള്ള 6 രാജ്യങ്ങളിലേക്ക് മിസൈൽ പായിച്ചു. അങ്ങനെ വരുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി മിസൈൽ ശേഖരം കുറയുന്നു. അവരുടെ അവതാഴിയിലെ അവസാന അസ്ത്രവും അല്ലെങ്കിൽ അവസാന ആയുധവും പ്രയോഗിച്ച് കഴിയാതെ ഇറാൻ പൂർണ്ണമായി ഒരുപക്ഷെ ഇറാന്റെ പോരാട്ടം അവസാനിക്കുന്നില്ല. അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞാൽ പോലും ഇറാന്റെ കരയാണ് ഇറാന്റെ ശക്തി. കരയുദ്ധത്തിലേക്ക് വലിച്ചഴക്കുക എന്നത് തന്നെയാണ്. മിസൈൽ ശേഖരം പൂർണ്ണമായിട്ടും അവസാനിക്കുകയും ഇറാനിൽ നിന്നുള്ള ആക്രമണം പൂർണ്ണമായി അവസാനിക്കുകയും ചെയ്താൽ പോലും ഭരണമാറ്റം സാധ്യമാകണമെങ്കിൽ ഒരുപക്ഷെ കരയിൽ ഇറങ്ങിയുള്ള ബലപ്രയോഗം നടത്തേണ്ടി വരും എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇറാൻ ഒരുപക്ഷെ ഇറാൻ മേ ബി ഗിയറിംഗ് അപ്പ് ഫോർ എ ലാൻഡ് ബേസ്ഡ് ബാറ്റിൽ, അതായത് ഒരു ഏറിയൽ അറ്റാക്ക് കൊണ്ട് മാത്രം ഒരിക്കലും പൂർണ്ണമായി ലക്ഷ്യങ്ങൾ കൈവരിക്കാനാവില്ല. ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള വഴി ഒരുക്കുക എന്നത് മാത്രമാണ് ഏറിയൽ ബോംബാർഡ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കരസേന അത്തരത്തിലൊരു എൻട്രി നടത്താനുള്ള സാഹചര്യം ഉണ്ടോ ഡോക്ടർ മോഹൻ വർഗീസ്? കാരണം ഇറാനിലെ ഭൂമിപരമായിട്ടുള്ള പ്രത്യേകതകൾ, ടെഹ്റാന്റെ ഒരു ലൊക്കേഷൻ ഒക്കെ നോക്കുമ്പോൾ അത്ര എളുപ്പത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അവിടെയാണ് താങ്കൾ പറഞ്ഞതുപോലെ ഒരു നേതൃമാറ്റം കൊണ്ടുവരണമെങ്കിൽ ഒരു കരസേനയുടെ എൻട്രി അനിവാര്യവുമാണ്. ഡൊണാൾഡ് ട്രംപ് പറയുന്നു തങ്ങൾക്ക് പറ്റിയ ആൾ മാത്രമേ അവിടെ നേതാവായി കൊണ്ടുവരാൻ കഴിയൂന്ന്. അപ്പോൾ ഇതൊക്കെ കേവലം ഞങ്ങൾ ജയിച്ചു എന്നൊരു അവകാശവാദം നടത്തി യുദ്ധം അവസാനിപ്പിക്കാനല്ലേ സാധ്യത ഏറ്റവും ഒടുവിൽ? അങ്ങനെയുള്ള സാധ്യതയാണ്. ജയിച്ചു എന്ന അവകാശവാദത്തോടുകൂടി ഏകപക്ഷീയമായ ഒരു പിന്മാറ്റം, ഇതാണ് ഏറ്റവും കരണീയമായ കാര്യം. ഏറ്റവും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യവും അങ്ങനെ തന്നെയാണ്. അമേരിക്കയ്ക്ക് വേണമെങ്കിൽ പറയാം, ഇസ്രായേലും അമേരിക്കയ്ക്കും ചേർന്നുകൊണ്ട് പറയാം, തങ്ങൾ ഉദ്ദേശിച്ച ഇറാന്റെ എല്ലാ വിപത്തും തങ്ങൾ എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഇറാന്റെ കയ്യിലുള്ള മിസൈൽ ശേഖരത്തിന്റെ 90% തങ്ങൾ തകർത്തു കഴിഞ്ഞു. ഇനി ഇറാൻ ഒരു മിസൈൽ ശക്തിയാകാനാവില്ല. പിന്നീട് ആണവ പദ്ധതി, അത് അടുത്ത 10 വർഷത്തേക്കെങ്കിലും ആണവ സജ്ജീകരണങ്ങളുമായി മുന്നോട്ട് പോകാനാവാത്ത രീതിയിൽ ഇറാന്റെ ആണവ നിലയങ്ങൾ തങ്ങൾ പൂർണ്ണമായി തകർത്തു കഴിഞ്ഞു. അതുപോലെ തങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഭരണത്തിലിരിക്കുന്ന അയത്തുള്ള അലി ഖൊമൈനി എന്ന വ്യക്തി, ആ വ്യക്തിയുടെ ചുറ്റുപാടുമുള്ള ടീം, അത് ആദ്യ ദിവസം തന്നെ എലിമിനേറ്റഡ് ആയി. പക്ഷെ ആ സംവിധാനം തുടരുന്നു. അത് ഒരുപക്ഷെ ഭാവിയിൽ അത് കൈകാര്യം ചെയ്യാം എന്ന മട്ടിലാണ്. അതുകൊണ്ട് തങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളെല്ലാം തന്നെ നേടിയെടുത്ത സ്ഥിതിക്ക് ഇനി ഒരു പോരാട്ടത്തിന് സാധ്യതയില്ല. അതുകൊണ്ട് തങ്ങളിതാ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറയാനാണ് സാധ്യത ഒന്ന്. ഇനി അതല്ല,
ഏതെങ്കിലും കാരണവശാൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ തന്നെ അവിടെ വെക്കണം എന്നാണ് എങ്കിൽ 2-3 ഓപ്ഷൻസ് അമേരിക്കയുടെ മുമ്പിലുണ്ട്. ആ ഓപ്ഷൻ നമ്പർ 1 അത് സാധ്യതാപരം മാത്രമാണ്, അതാണ് പ്രൊജക്റ്റഡ് ഒരു പിക്ചർ മാത്രമാണിത്. സാധ്യത 1 എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള അസംതൃപ്ത ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നത് വളരെ വസ്തുതയാണ്. യുദ്ധം കാരണം വല്ലാതെ നടുമുടിയുന്ന ഇറാനിയൻ ഇക്കോണമി. അതുകൊണ്ട് യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ജനം തെരുവിലിറങ്ങും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ രാജ്യത്തെ യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ച സർക്കാരിനെതിരെ ജനം തെരുവിലിറങ്ങിയേക്കാം. ഇപ്പോൾ അവിടെ ഒരു നേതൃത്വം ഇല്ല എന്നത് സത്യമാണ്. ഒരു പ്രതിപക്ഷ നേതൃത്വമില്ല, ഒരു പ്രതിപക്ഷ പാർട്ടിയില്ല, ഒരു കൃത്യമായ ഒരു മുഖമില്ല, ഒരു ഒറ്റ തിരിഞ്ഞുള്ള പ്രതിഷേധങ്ങളാണ്, പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത്. പക്ഷേ കുറച്ച് നാളുകൾക്കുള്ളിൽ ഒരു ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു നേതൃത്വം ഉണ്ടാകാം. ആ നേതൃത്വവുമായി ചർച്ച ചെയ്ത് ഒരുപക്ഷെ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാനാവുമായിരിക്കാം. പക്ഷെ ആ നേതൃത്വം എന്ന് പറയുന്നതും അത് വ്യാപകമായ രാജ്യമാണ്. 9 കോടി ജനങ്ങളുള്ള ഒരു വലിയ രാജ്യം. അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിനേക്കാൾ കുറച്ചുകൂടെ സാധ്യതയുള്ളത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർ, ആ ഒരു സംവിധാനം ഒരുപക്ഷെ ഇപ്പോൾ ഫോം ആണെന്ന് തോന്നാം. പക്ഷെ അതിനുള്ളിൽ വലിയ രീതിയിൽ അമേരിക്ക ചില സ്വാധീനങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടാവണം. മുൻകാലങ്ങളിൽ എങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ചാരന്മാരെ അതിന്റെ ഭരണകേന്ദ്രങ്ങളിലെ മിക്ക ഇടങ്ങളിലും സൈന്യത്തിൽ ഉൾപ്പെടെ അമേരിക്കയും ഇസ്രായേലും ചാരന്മാരെ നിയോഗിച്ചിരുന്നത് കൊണ്ടാണ് വലിയ രീതിയിൽ വധങ്ങൾ നടന്നത്. ഇറാനിൽ മുൻകാലങ്ങളിൽ വധങ്ങൾ നടന്നത്. അതുപോലെ വലിയൊരു വിഭാഗം IRGC നേതൃത്വത്തിലുള്ളവരെയും അതുപോലെ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ളവരെയും കയ്യിലെടുത്തുകൊണ്ട് അനുകൂല സാഹചര്യം വരുമ്പോൾ അവർ ഒരു ഭരണ അട്ടിമറിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ ശ്രമിച്ചു കൂടായികയില്ല. സ്വാഭാവികമായി പരിശോധിക്കാവുന്ന കാര്യമാണ്. അതേക്കുറിച്ചുള്ള വിവരങ്ങൾ വന്നിട്ടില്ല. അതൊരു സാധ്യതമാണ്. ഒരു പക്ഷേ കഠിനമായൊരു സാധ്യതയുണ്ട്. വടക്കൻ പ്രദേശം കുർദ് മേഖല, അവിടെ കുർദ് ഡെമോക്രാറ്റിക് പാർട്ടി KDP ശക്തമായ അണികളൊരു പാർട്ടി സംവിധാനവും ഒരു റെസിസ്റ്റൻസ് ഫോഴ്സുമാണ്. ഇറാന്റെ വടക്ക് മാത്രമല്ല, ഇറാഖിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്തും കുർദിഷ് ആർമി ശക്തമാണ്. അവിടെ ഒരു പ്രതിരോധ സേന പോലെയുണ്ട്. അത് പൂർണ്ണമായ ഒരു രാജ്യമല്ല എങ്കിൽ പോലും കുർദിസ്ഥാൻ എന്ന ഒരു പ്രദേശം രാജ്യമായി മാറണമെന്ന് ആഗ്രഹിക്കുന്നു. തുർക്കിയുടെ കിഴക്കൻ പ്രദേശം, ഇറാന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശം, ഇറാഖിന്റെ വടക്ക് പ്രദേശം എല്ലാം ചേർന്ന സിറിയയുടെ പ്രദേശങ്ങൾ, ഇതെല്ലാം ചേർന്ന കുർദ് മേഖല ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിലേക്കുള്ള ചവിട്ടുപടി എന്ന നിലയിൽ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പ്രതീക്ഷ കൊടുക്കാൻ കഴിയും. കുർദ് പോരാളികളെ രംഗത്തിറക്കിക്കൊണ്ട് ഇറാന്റെ വടക്ക് ഭാഗത്തെ നിങ്ങൾ ഇതാ യുദ്ധം ചെയ്യൂ, ഇറാനെതിരെ യുദ്ധം ചെയ്യൂ, അത് ജയിച്ചു വന്നാൽ ഒരു രാജ്യം എന്ന നിങ്ങളുടെ സ്വപ്നം പൂർത്തീകരിക്കും. അറ്റ്ലീസ്റ്റ് ഇറാന്റെ വടക്ക് പടിഞ്ഞാറെങ്കിലും അങ്ങനെ രാജ്യം സാധ്യമാകും എന്ന പ്രതീക്ഷ കുർദ് പോരാളികൾക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ കൂടെ സഹായത്തോടു കൂടി കുർദ് പോരാളികൾക്ക് തെക്കോട്ട് മാർച്ച് ചെയ്ത് ടെഹ്റാൻ നഗരം പോലെയുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയും. അപ്പോഴും അമേരിക്കയുടെ സൈന്യം നേരിട്ട് ഇറാന്റെ മണ്ണിൽ പ്രവേശിച്ച് യുദ്ധം ചെയ്യുക എന്നത് അപ്പോൾ പോലും അസാധ്യമാണ്. കാരണം ഇറാന്റെ തെക്ക് കൂടിയാണ് ആക്രമണം വരേണ്ടത്. അവിടെ പേർഷ്യൻ ഗൾഫ് മേഖലയോട് ചേർന്ന് അഭിമുഖമായി കിടക്കുന്നത് സാഗ്രോസ് മൗണ്ടൻ നിരകളാണ്. ഈ സാഗ്രോസ് മൗണ്ടൻ നിരകൾ കടന്നു വേണം ഇറാന്റെ പീഠഭൂമിയിലേക്കും ഇറാന്റെ വലിയ മരുഭൂമിയിലേക്കും പോകാൻ. അതൊക്കും വടക്കാണ്, ഏറ്റവും വടക്ക് ഭാഗത്തിന് അടുപ്പിച്ചാണ് ടെഹ്റാൻ നഗരവും പ്രധാനപ്പെട്ട നഗരങ്ങളും. ഇറാന്റെ വടക്കും വടക്ക് പടിഞ്ഞാറും ഭാഗങ്ങളിലാണ് ഏറ്റവും വലിയ ജനവാസ മേഖല. അവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ തെക്ക് നിന്നുള്ള ആർമി കയറ്റം വളരെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഒരു കരയുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ ഒരു രീതിയിലും അമേരിക്ക ആഗ്രഹിക്കില്ല. മറ്റ് മാർഗങ്ങളിലൂടെ ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടം വരും എന്ന പ്രതീക്ഷയിൽ അമേരിക്ക നിൽക്കുന്നു എന്നതും നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. റൈറ്റ്, താങ്ക് യു സോ മച്ച് ഡോക്ടർ മോഹൻ വർഗീസ്. അദ്ദേഹമാണ് ഇക്കാര്യങ്ങൾ വിശദമായി പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.